പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. നമസ്കാരം. ഇന്ന് പുറത്തുവന്ന പ്രധാന വാർത്തകളും നടന്ന സംഭവങ്ങളും വിവിധ പ്രതികരണങ്ങളും അറിയാം വിശദമായി അരമണിക്കൂറിൽ. ഇന്നത്തെ പ്രധാന വാർത്തകൾ തുടങ്ങുന്നു. സ്വാഗതം. തൃശൂർ വാഴക്കാട് ക്വാറിയിൽ സ്ഫോടനം. ഒരാൾ മരിച്ചു. മരിച്ചത് ക്വാറിയുടെ ഉടമയുടെ സഹോദരൻ അബ്ദുൽ നൌഷാദ്. 4 പേർക്ക് ഗുരുതര പരിക്ക്. പരിക്കേറ്റവരിൽ ഇതര സംസ്ഥാന തൊഴിലാളിയും. ക്വാറിയിൽ സൂക്ഷിച്ച സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചതെന്ന് സൂചന. സമീപത്തെ വീടുകൾക്കും നാശം. സ്ഫോടനമുണ്ടായത് 1.5 വർഷം മുൻപ് ലൈസൻസ് റദ്ദാക്കിയ ക്വാറിയിൽ. ലൈസൻസ് റദ്ദാക്കിയത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി. കോഴിക്കോട് രാമനാട്ടുകര വാഹനാപകടത്തിൽ വഴിത്തിരിവ്. മരിച്ച 5 പേരും സ്വർണ്ണ കവർച്ചാ സംഘത്തിൽപ്പെട്ടവരെന്ന് പോലീസ്. സംഘം ലക്ഷ്യമിട്ടത് ഇന്ന് കരിപ്പൂരിൽ പിടിച്ച 2.5 കിലോ സ്വർണം. കൊടുവള്ളി സംഘവുമായി ഏറ്റുമുട്ടലുണ്ടായെന്ന് സൂചന. കവർച്ചാ സംഘത്തിനെതിരെ കേസെടുത്ത പോലീസ്. കസ്റ്റഡിയിലെടുത്ത 8 പേർക്കെതിരെയും മരിച്ച 5 പേർക്കെതിരെയുമാണ് കേസ്. നടപടി IPC 399 പ്രകാരം. പ്രതികളെ രാത്രിയോടെ കൊണ്ടോട്ടി പോലീസ് കൈമാറും. നാളെ കോടതിയിൽ ഹാജരാക്കും. മറ്റ് 2 പേർക്കായി തിരച്ചിൽ ഊർജിതം. ഡോളർ കടത്ത് കേസിൽ മുൻ മന്ത്രിമാരെ പ്രതിക്കൂട്ടിലാക്കി കസ്റ്റംസ്. UAE കോൺസുലേറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി വഴിവിട്ട ബന്ധം. കോൺസുൽ ജനറൽ സ്വപ്ന സുരേഷിന്റെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രിയുമായി നിരവധി തവണ കൂടിക്കാഴ്ച നടത്തി. നടന്നത് ഗുരുതര പ്രോട്ടോകോൾ ലംഘനം എന്നും കസ്റ്റംസ് 3 തരം കള്ളക്കടത്ത് നടത്തിയെന്ന് കണ്ടെത്തൽ. സ്വപ്നയും സന്ദീപും സരിത്തും ഉൾപ്പെടെയുള്ളവർ നടത്തിയ സ്വർണ്ണക്കടത്ത്, കോൺസുലർ ജനറൽ നടത്തിയ കള്ളക്കടത്ത്, അനധികൃതമായി ഡോളർ വിദേശത്തേക്ക് കൊണ്ടുപോയി എന്നിവയാണ് പ്രധാനമായും നടന്നത്. പരാമർശം പ്രതികൾക്ക് നൽകിയ ഷോക്കോസ് നോട്ടീസിൽ. മുട്ടിലിൽ മുറിച്ചു കടത്തിയത് 106 ഈട്ടിത്തടികളെന്ന് വനം വകുപ്പിന്റെ പ്രാഥമിക റിപ്പോർട്ട്. മരമുറിക്കൽ പട്ടയഭൂമിയിൽ നിന്ന്. വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും. തൃശൂരിൽ നിന്നും 296 ഈട്ടി തേക്ക് മരങ്ങൾ മുറിച്ചു. കൂടുതൽ ജില്ലകളിലെ കണക്ക് പരിശോധിക്കുന്നു. പ്രാഥമിക റിപ്പോർട്ട് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രന് കൈമാറി. മുട്ടിൽ മരം മുറിക്കൽ ചർച്ച ചെയ്യാതെ LDF യോഗം. തീരുമാനം വിവാദ ഉത്തരവിൽ അന്വേഷണം നടക്കുന്നതിനാൽ. ഉത്തരവ് ദുരുപയോഗം ചെയ്തവർക്കെതിരെ നടപടിയെന്ന് A വിജയരാഘവൻ. മരമുറിയിൽ സ്വീകരിച്ചത് കർഷക അനുകൂല നിലപാടെന്നും CPIM ആക്ടിംഗ് സെക്രട്ടറി. മരമുറി വിഷയത്തിൽ ഗവൺമെന്റ് യഥാസമയം നടപടി സ്വീകരിച്ചിട്ടുണ്ടല്ലോ. അതിൽ കർഷകാനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. സ്വാഭാവികമായിട്ടും അത് ദുർവിനിയോഗം ചെയ്യപ്പെടാൻ പാടില്ലാത്തതാണ്. ദുർവിനിയോഗം ചെയ്താൽ പിന്നെ ഗവൺമെന്റിന് ചെയ്യേണ്ട എന്താ? ശക്തമായ നടപടിയാണ്. ആ നടപടിയിലേക്ക് യഥാസമയം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നീങ്ങിയിട്ടുണ്ട്. മരമുറിക്കലിൽ റവന്യൂ വകുപ്പിന് കൃത്യവിലോപമില്ലെന്നും ഉത്തരവ് ദുർവ്യാഖ്യാനം ചെയ്തു എന്നതാണ് യാഥാർത്ഥ്യമെന്നും റവന്യൂ മന്ത്രി K രാജൻ. റവന്യൂ വകുപ്പ് ഇക്കാര്യത്തിൽ കൃത്യവിലോപമോ നിയമവിരുദ്ധമായിട്ടുള്ളൊരു പ്രവർത്തനമോ നടത്തിയതായിട്ട് ഒരിടത്തും കാണാൻ കഴിയില്ല. ആ ഉത്തരവ് സംബന്ധിച്ച ഒരു സംശയത്തിനും ഇടയില്ല. ഗവൺമെന്റിൽ ഏതെങ്കിലും കക്ഷികൾ തമ്മിലോ ഗവൺമെന്റിലെ വകുപ്പുകൾ തമ്മിലോ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ED അന്വേഷണത്തിലേക്ക് പോകാൻ ED ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. ED ഇവിടെ തന്നെ ഉണ്ടല്ലോ. ആരും അന്വേഷിക്കട്ടെ. അതൊന്നും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് വരുന്നില്ല. കർഷകരെ മറയാക്കി മുഖ്യമന്ത്രി അറിഞ്ഞു നടത്തിയ കൊള്ളയാണ് മരമുറിയെന്ന് രമേശ് ചെന്നിത്തല. വാസ്തവത്തിൽ കർഷകരെ സംരക്ഷിക്കാനെന്ന വ്യാജേന വലിയ തോതിലുള്ള വനം കൊള്ളയാണ് കേരളത്തിലെ 8ഓളം ജില്ലകളിൽ നടന്നത്. മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് ഇറക്കിയ ഒരു ഉത്തരവാണിത്. എന്തുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണത്തിന് സർക്കാർ തയ്യാറാകുന്നില്ലെന്നും രമേശ് ചെന്നിത്തല. പ്രതികരണം വയനാട്ടിൽ മരം മുറിക്കൽ നടന്ന സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം. മുട്ടിൽ മരമുറിക്കേസിൽ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റി. സർക്കാരിന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് നടപടി. കേസിൽ രാഷ്ട്രീയ മാധ്യമവേട്ടയാണ് നടക്കുന്നതെന്ന് നേരത്തെ പ്രതികൾ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. എപ്പോൾ വേണമെങ്കിലും തങ്ങളെ അറസ്റ്റ് ചെയ്യാമെന്നും അടിയന്തരമായി ജാമ്യ ഹർജി പരിഗണിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടിരുന്നു. പ്രതികൾക്കെതിരെ 39 കേസുകൾ നിലവിലുണ്ടെന്നും ഹർജികൾ ഒരുമിച്ച് പരിഗണിക്കണമെന്നും സർക്കാരും ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ആന്റോ, റോജി ജോസുകുട്ടി എന്നിവരാണ് കേസിലെ പ്രതികൾ. എറണാകുളം നേരിയമംഗലം ഫോറസ്റ്റ് ഡിവിഷനിൽ നടന്നത് വൻ മരം കൊള്ള. മുറിച്ചു കടത്തിയത് 512 തേക്ക് മരങ്ങൾ. മരങ്ങൾ വെട്ടിയത് LA പട്ടയ ഭൂമിയിൽ നിന്ന്. മരങ്ങളേറെയും കടത്തിയത് പെരുമ്പാവൂരിലെ തടിമില്ലുകളിലേക്ക്. വനം വകുപ്പ് 28 കേസുകൾ രജിസ്റ്റർ ചെയ്തു. DFO ബൈജു കൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ജില്ലയിൽ വ്യാപകമായി പരിശോധന നടത്തി.
ബ്രണ്ണൻ കോളേജ് വിവാദം അവസാനിപ്പിച്ചെന്ന് CPIM. കെ സുധാകരന്റെ പരാമർശങ്ങൾക്ക് മറുപടി പറഞ്ഞു കഴിഞ്ഞെന്ന് A. വിജയരാഘവൻ. വിവാദത്തിൽ പിന്നാക്കം പോകലോ മുന്നേറ്റമോ എന്ന നിലയിൽ CPIM കണ്ടിട്ടില്ലെന്നും A. വിജയരാഘവൻ. അദ്ദേഹം ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരുന്നു. അതിനോട് അതേ തരത്തിൽ തന്നെ നമ്മളും പ്രതികരിച്ചിരുന്നു. അതിപ്പോ ഒരു പ്രതികരണം വന്നു, ഒരു മറു പ്രതികരണം ഉണ്ടായി, അവിടെ അവസാനിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് വിവാദത്തിന് കാരണക്കാരനെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സുധാകരനെ വ്യക്തിപരമായി ആക്ഷേപിക്കാനും അപമാനിക്കാനും അതുവഴി കേരളത്തിലെ കോൺഗ്രസിനെ ദുർബലപ്പെടുത്താനുമുള്ള ഒരു നീക്കത്തോടും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ അനുവദിക്കില്ല. CPM ഊരിയ വാള് ഉറയിലിടുന്നതാണ് നല്ലത്. മുഖ്യമന്ത്രി തൻ്റെ സ്ഥാനത്തെ ഓർത്ത് ഇനിയും ഈ വിവാദം മുന്നോട്ട് കൊണ്ടുപോകാൻ മുതിരില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുക. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയും CPMഉം ഇത്തരത്തിലുള്ള വ്യക്തിപരമായ ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും അവസാനിപ്പിക്കണം. കെ സുധാകരൻ നേതൃസ്ഥാനത്ത് വന്നതോടെ പിണറായി വിജയന് ഹാലിളകിയെന്ന് മുൻ MLA PC ജോർജ്. KPCC പ്രസിഡന്റായി സുധാകരൻ വന്നു എന്നതാണ് പിണറായി വിജയന് ഹാലിളകിയിരിക്കുന്നത്. എന്താണ് ഇത്ര ഹാലിളകേണ്ട കാര്യം? അദ്ദേഹം മുഖ്യമന്ത്രിയല്ലേ. CPMന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ എന്നതിൽ അദ്ദേഹം എന്ത് വിവരക്കേട് പറഞ്ഞാലും നമുക്ക് കുഴപ്പമില്ല, അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമാണ്. പക്ഷേ കേരളത്തിന് മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ നമുക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. അവരുടെ മുഖത്ത് കരിവാരി തേക്കുന്ന ഈ പണി പിണറായി വിജയൻ നിർത്തണം എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. ജനങ്ങളെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങളുള്ളപ്പോൾ അനാരോഗ്യ ചർച്ചകൾ ഒഴിവാക്കണമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. നാട് പട്ടിണിയിലാണ്. ഇപ്പോൾ പെട്രോളിൻ്റെ വില ഡെയിലി കയറിക്കൊണ്ടിരിക്കുന്നു. അതൊന്നും ചർച്ച ചെയ്യാതെ നമ്മൾ കഴിഞ്ഞുപോയ ചത്ത കുട്ടിയുടെ ജാതകം നോക്കി ഇരുന്നാൽ കഷ്ടപ്പെട്ടു പോവും. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ മാറിപ്പോവാണ്. ഈ ചർച്ച ആരോഗ്യകരമല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രി ഇരുന്ന് ഔദ്യോഗികമായി നടത്തുന്ന പത്രസമ്മേളനങ്ങളാണ്. ആ പത്രസമ്മേളനങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ളതല്ല, വെല്ലുവിളികൾ നടത്താനുള്ളതല്ല. സേവറി നാണു, നാൽപ്പാടി വാസു വധക്കേസുകളിൽ പുനരന്വേഷണ സാധ്യത തേടി സർക്കാരും CPIMഉം. നിയമോപദേശം തേടിയെന്ന് സൂചന. M. മണിയുടെ വിവാദ പ്രസംഗത്തിൽ കേസെടുത്തതിന് സമാനമാണ് കെ സുധാകരന്റെ വെളിപ്പെടുത്തലെന്ന് CPIM വിലയിരുത്തൽ. സേവറി നാണു കൊലക്കേസ് പുനരന്വേഷിക്കണമെന്ന ആവശ്യം ഉയർത്തിയതിന് പിന്നാലെ നാൽപ്പാടി വാസു കൊലപാതകത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം. നീതി വേണമെന്നും കോടതിയെ സമീപിക്കുമെന്നും നാൽപ്പാടി വാസുവിന്റെ സഹോദരൻ രാജൻ. നമുക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് കോടതിയെ സമീപിക്കാനാണ്, വക്കീലിനെ കണ്ടിരുന്ന വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ നടപടി സ്വീകരിക്കാനാണ് മനസ്സിലുള്ളത്. നിയമ നടപടികൾക്ക് CPIM പിന്തുണ നൽകും. പത്തനംതിട്ടയിൽ കോവിഡ് ഡെൽറ്റ+ വകഭേദം കണ്ടെത്തി. മെയ് 24-ന് തിരുവല്ല കടപ്രയിൽ കോവിഡ് സ്ഥിരീകരിച്ച 4 വയസ്സുകാരന്റെ സ്രവ പരിശോധനയിലാണ് ഡെൽറ്റ+ വകഭേദം കണ്ടെത്തിയത്. ഡൽഹി CSIR IGIGയിൽ നടത്തിയ പരിശോധനയുടെ ഫലം ഇന്നാണ് ലഭിച്ചത്. കോട്ടയം ICHലെ ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ട കുട്ടിയുടെ നില ഇപ്പോൾ തൃപ്തികരമാണ്. കുട്ടിയുടെ കുടുംബത്തിലെ 8 പേരുൾപ്പെടെ വാർഡിൽ 87 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 18.42 കടപ്ര പഞ്ചായത്തിൽ കർശന നിരീക്ഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് കൂടുതൽ ലോക്ഡൌൺ ഇളവുകൾ പ്രഖ്യാപിച്ചേക്കും. അന്തിമ തീരുമാനം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നാളെ ചേരുന്ന കോവിഡ് അവലോകന യോഗത്തിൽ. ഇന്ന് 7499 പേർക്ക് കൂടി കോവിഡ്, 94 മരണം. ടെസ്റ്റ് പോസിറ്റിവിറ്റി 9.63%. പരിശോധിച്ചത് 77,583 സാമ്പിളുകൾ. 6,835 പേർക്ക് സമ്പർക്ക രോഗബാധ. തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, കൊല്ലം ജില്ലകളിലാണ് രോഗബാധിതർ കൂടുതൽ. 13,596 പേർക്ക് രോഗമുക്തി. സംസ്ഥാനത്ത് കോവിഡ് മൂലം മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് ധനസഹായം അനുവദിച്ച് വനിതാ ശിശുവികസന വകുപ്പ് ഉത്തരവിറക്കി. കോവിഡ് ചികിത്സാ നിരക്കിൽ സ്വകാര്യ ആശുപത്രികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി സർക്കാർ. റൂമുകളുടെ നിരക്ക് സ്വകാര്യ ആശുപത്രികൾക്ക് തന്നെ നിശ്ചയിക്കാമെന്ന ഉത്തരവ്. നിരക്കുകൾ പൊതുജനങ്ങൾക്ക് കാണാൻ കഴിയുന്ന വിധത്തിൽ പ്രദർശിപ്പിക്കണമെന്ന് നിർദ്ദേശം. സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ് അസോസിയേഷന്റെ അപേക്ഷ പരിഗണിച്ചാണ് തീരുമാനം. കാസ്റ്റ് കാർഡ് ഉള്ളവർക്കും സർക്കാർ റഫർ ചെയ്യുന്നവർക്കും പുതിയ ഉത്തരവ് ബാധകമല്ല. RT-PCR നിരക്ക് കുറച്ചതിനെതിരെ ലാബ് ഉടമകൾ നൽകിയ അപ്പീൽ ഹൈക്കോടതി തള്ളി. സർക്കാർ ഉത്തരവ് ശരിവെച്ച സിംഗിൾ ബെഞ്ച് വിധിയിൽ ഇടപെടേണ്ട സാഹചര്യമില്ലെന്ന് ഡിവിഷൻ ബെഞ്ച്. രാജ്യത്ത് കോവിഡ് വ്യാപനം കുറയുന്നതായി ആരോഗ്യ മന്ത്രാലയം. 24 മണിക്കൂറിനിടെ രാജ്യത്ത്
256 കോവിഡ് കേസുകൾ, 1422 മരണം. രോഗമുക്തി നിരക്ക് 96.36% ഉയർന്നു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 3.3%. പുതിയ വാക്സിൻ നയം പ്രാബല്യത്തിൽ. 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സൗജന്യ വാക്സിൻ. കേന്ദ്ര മേൽനോട്ടത്തിൽ വിതരണം ചെയ്യുന്നത് 75% വാക്സിൻ. 25% വാക്സിൻ സ്വകാര്യ ആശുപത്രികൾക്ക് വാങ്ങാം. രോഗവ്യാപനം, ജനസംഖ്യ, കാര്യക്ഷമമായ വാക്സിൻ വിതരണം തുടങ്ങിയവ അടിസ്ഥാനമാക്കിയാണ് സംസ്ഥാനങ്ങൾക്കുള്ള വാക്സിൻ ക്വാട്ട നിശ്ചയിക്കുന്നത്. ഡിസംബറോടെ സമ്പൂർണ്ണ വാക്സിനേഷൻ യാഥാർത്ഥ്യമാക്കുകയാണ് ലക്ഷ്യം. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ ബന്ധുക്കൾക്ക് നഷ്ടപരിഹാരം വേണമെന്ന ഹർജി സുപ്രീം കോടതി വിധി പറയാൻ മാറ്റി. നഷ്ടപരിഹാരം നൽകുന്നതിനല്ല, ആരോഗ്യമേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും പ്രതിരോധത്തിനുമാണ് മുൻഗണനയെന്ന് കേന്ദ്ര സർക്കാർ. നഷ്ടപരിഹാരം നൽകാൻ പദ്ധതികൾ രൂപീകരിക്കാൻ കഴിയുമോ എന്നത് പരിശോധിക്കുന്നതായും വിശദീകരണം. കോവിഡിനെ ദേശീയ ദുരന്തമായി കേന്ദ്രം വിജ്ഞാപനം ചെയ്തിട്ടുണ്ടെന്ന് സുപ്രീം കോടതി. മരണ സർട്ടിഫിക്കറ്റ് നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിക്കണമെന്ന് കോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ +1 പരീക്ഷ മാറ്റില്ലെന്ന് കേരളം. സെപ്റ്റംബർ 6 മുതൽ 16 വരെ +1 പരീക്ഷ നടത്താനാണ് തീരുമാനമെന്ന് കേരളം നാളെ സുപ്രീം കോടതിയെ അറിയിക്കും. പരീക്ഷ നടത്തിപ്പിൽ നാളെ നിലപാട് അറിയിക്കണമെന്ന് സുപ്രീം കോടതി കേരളത്തിന് കർശന നിർദ്ദേശം നൽകിയിരുന്നു. അതേസമയം ജൂലൈ 31 12ാം ക്ലാസ് പരീക്ഷാ ഫലം പ്രഖ്യാപിക്കുമെന്ന് വ്യക്തമാക്കി CBSE ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. പരീക്ഷാ ഫലത്തിൽ തൃപ്തരല്ലാത്ത വിദ്യാർത്ഥികൾക്ക് ഓഗസ്റ്റ് 15-നും സെപ്റ്റംബർ 15-നും മധ്യേ എഴുത്തുപരീക്ഷ നടത്തും. മെയിൻ സബ്ജക്റ്റുകളിൽ മാത്രമായിരിക്കും പരീക്ഷ. ഇതിനായി ഓൺലൈൻ രജിസ്ട്രേഷൻ ഏർപ്പെടുത്തും. പരീക്ഷാ ഫലം അന്തിമമായിരിക്കുമെന്നും CBSE വ്യക്തമാക്കി. കോവിഡിനെതിരായ പോരാട്ടത്തിൽ യോഗ കവചമാക്കണമെന്ന് പ്രധാനമന്ത്രി. മഹാമാരിയുടെ കാലത്ത് യോഗ പ്രതീക്ഷയുടെ കിരണമായി മാറി. സമ്മർദ്ദത്തിൽ നിന്ന് ശക്തിയിലേക്ക് യോഗ വഴി കാണിച്ചുവെന്നും നരേന്ദ്രമോദി. യോഗയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചത് 7ാമത് രാജ്യാന്തര യോഗാ ദിനത്തിൽ. आज जब पूरा विश्व कोरोना महामारी का मुकाबला कर रहा है तो योग उम्मीद की एक किरण भी बना हुआ है. मैं आज योग दिवस पर ये कामना करता हूं कि हर देश, हर समाज और हर व्यक्ति स्वस्थ हो. सब एक साथ मिलकर एक दूसरे की ताकत बने. ഐക്യരാഷ്ട്രസഭയുമായി ചേർന്ന് യോഗയുടെ പുരോഗതിക്കായി പ്രവർത്തിക്കുമെന്നും നരേന്ദ്രമോദി. യോഗാ ദിനത്തിന് ആശംസകളുമായി മുഖ്യമന്ത്രി. യോഗയെ മതവും ആത്മീയവുമായി കൂട്ടിക്കുഴയ്ക്കരുതെന്ന് പിണറായി വിജയൻ. ആത്മീയതയുമായോ ഏതെങ്കിലും ഒരു മതവുമായോ ബന്ധപ്പെടുത്തി കാണേണ്ട ഒന്നല്ല ആധുനിക യോഗ. അതിനെ ഒരു ആരോഗ്യ പരിപാലന രീതിയായി തന്നെയാണ് കാണേണ്ടത്. അതിനെ ആത്മീയമായോ മതപരമായോ കണ്ടാൽ വലിയൊരു വിഭാഗത്തിന് അതിൻ്റെ സത്ഫലം ലഭ്യമല്ലാതെ വരും. മതത്തിൻ്റെ കള്ളിയിലൊതുക്കിയാൽ മഹാഭൂരിപക്ഷത്തിന് യോഗയും അതുകൊണ്ടുണ്ടാകുന്ന ആശ്വാസവും നിഷേധിക്കപ്പെട്ടു പോകും. അത് സംഭവിക്കരുത്. ഓരോ ഫയലും ജീവിതം എന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി. ഫയലുകൾ അകാരണമായി താമസിപ്പിച്ചാൽ നടപടി. സ്ഥലമാറ്റത്തിനും സ്ഥാനക്കയറ്റത്തിനും കൃത്യമായ മാനദണ്ഡം പാലിക്കും. അഴിമതിയും കെടുകാര്യസ്ഥതയുമുള്ള ന്യൂനപക്ഷം സിവിൽ സർവീസിന്റെ ശോഭ കെടുത്തുകയാണെന്നും പിണറായി വിജയൻ. സർക്കാർ ഓഫീസുകളിലെ ഓരോ ഫയലും ഓരോ ജീവിതമാണ്. സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും ജനങ്ങൾക്ക് മികച്ച സൗഹൃദപരമായ സേവനം, പ്രതികരണം ലഭിക്കണമെന്നതാണ്. അതിനുതകുന്നതായിരിക്കണം ഓഫീസിന്റെ അന്തരീക്ഷം. എല്ലാ ഓഫീസുകളിലും ഫ്രണ്ട് ഓഫീസ് സംവിധാനം ഇന്നത്തെ കാലത്ത് ആവശ്യമായി വരും. ഓഫീസിലെത്തുന്നവരോട് മാന്യമായി പെരുമാറുക. സർക്കാരിനും ജനങ്ങൾക്കുമിടയിൽ ഏജന്റുമാർ വേണ്ടെന്നും മുഖ്യമന്ത്രി. സർക്കാർ ഓഫീസുകളിൽ ഫ്രണ്ട് ഓഫീസ് സംവിധാനം ഏർപ്പെടുത്തും. ഫയൽ നീക്കം വേഗത്തിലാക്കാനുള്ള നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി. യഥാർത്ഥത്തിൽ ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കുമിടയിൽ എന്തിനാണ് മൂന്നാമതൊരാൾ? എന്താണ് അതിൻ്റെ ആവശ്യം? അപ്പോൾ സർക്കാർ കാര്യാലയങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ആ ചിന്ത എല്ലാ ജീവനക്കാരിലും ഉണ്ടാകും. കൊല്ലത്ത് യുവതി ഭർതൃഗൃഹത്തിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ. നിലമേൽ സ്വദേശി വിസ്മയയുടെ മരണം കൊലപാതകമെന്ന് ബന്ധുക്കൾ. വിവാഹത്തിന് ശേഷം സ്ത്രീധന തുകയുടെ പേരിൽ കിരൺകുമാർ വിസ്മയയെ നിരന്തരം ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്നും ബന്ധുക്കൾ. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനായ ഭർത്താവ് കിരൺകുമാറിന്റെ മർദ്ദനത്തിലേറ്റ പരിക്കുകളുടെ ചിത്രങ്ങളടക്കം ബന്ധുക്കൾ പുറത്തുവിട്ടു. അത് മരണമല്ല, അതൊരു കൊലപാതകം തന്നെയാണ്. കാരണമെന്ന് വെച്ചാൽ നിരന്തരം സ്ത്രീധന പീഡനം അനുഭവിച്ചുകൊണ്ടാണ് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും എൻ്റെ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. പോയി വീട്ടിൽ നിൽക്കുന്നൊരു സാഹചര്യം തന്നെ ഉണ്ടായിട്ടുണ്ട്. അവൻ്റെ നിരന്തരമായ
ഒന്നും പറഞ്ഞിരുന്നില്ല വീട്ടിൽ. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായ ഭർത്താവ് കിരണിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ശൂരനാട് പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നു. സംഭവത്തിൽ ഇടപെട്ട് വനിതാ കമ്മീഷൻ. വിസ്മയുടെ വീട്ടിലെത്തി കമ്മീഷൻ അംഗം ഷാഹിദ കമാൽ നാളെ തെളിവെടുക്കും. സംഭവത്തിൽ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്ത കമ്മീഷൻ SP-യോട് റിപ്പോർട്ട് അടിയന്തരമായി ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. കടക്കാവൂർ പോക്സോ കേസിൽ അമ്മയ്ക്കെതിരെ തെളിവില്ലെന്ന് പോലീസ്. അമ്മയെ പ്രതി ചേർക്കാൻ കഴിയില്ലെന്ന് തിരുവനന്തപുരം പോക്സോ കോടതിയിൽ റിപ്പോർട്ട് നൽകി. കുട്ടിക്ക് വൈദ്യപരിശോധന നടത്തിയെങ്കിലും പീഡനത്തിന് തെളിവ് കണ്ടെത്താനായില്ല. ലൈംഗിക പീഡനം നടന്നുവെന്ന തരത്തിലുള്ള കുട്ടിയുടെ മൊഴിയിലും അന്വേഷണ സംഘത്തിന് സംശയം. പ്രതി ചേർക്കാനുള്ള തെളിവുകൾ ഇല്ലാത്ത സാഹചര്യത്തിൽ കേസിൽ കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾ വേണ്ടിവരുമെന്ന് റിപ്പോർട്ടിൽ ശുപാർശ. റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ആശ്വാസകരമെന്ന് സ്ത്രീയുടെ പിതാവ്. അവര് നമുക്കൊന്നുമല്ല പേപ്പർ പോലീസിൽ നിന്ന് അവർ തിരുവനന്തപുരം പോസ്കോ കോടതിയിലാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. എന്താണ് ഇവർ റിപ്പോർട്ട് കൊടുത്തതെന്ന് അറിഞ്ഞൂടല്ലോ. നിരപരാധി ഇന്ന് അവർ റിപ്പോർട്ട് കൊടുത്തു എന്നേ അറിയാവൂ. ആ ഒരു റിപ്പോർട്ട് അവർ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആശ്വാസമല്ലേ. എന്നാൽ ആ കുട്ടിയെ കൊണ്ട് ഇത് ചെയ്യിക്കണ്ടായിരുന്നു. പോക്സോ കോടതി അന്വേഷണ റിപ്പോർട്ട് ഉടൻ പരിഗണിക്കും. പരാതി വ്യാജമെന്ന് കോടതി സ്ഥിരീകരിച്ചാൽ മുൻ ഭർത്താവടക്കം നിയമ നടപടി നേരിടേണ്ടി വരും. കേസിൽ തിടുക്കത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയുണ്ടാകും. ലക്ഷദ്വീപിൽ ഭക്ഷ്യപ്രതിസന്ധി എന്ന ഹർജിയെ എതിർത്ത് ലക്ഷദ്വീപ് ഭരണകൂടം. വിഷയത്തിൽ ഹൈക്കോടതിയിൽ വിശദമായ സത്യവാങ്മൂലം സമർപ്പിച്ചു. കേന്ദ്ര പദ്ധതി പ്രകാരം ദ്വീപിൽ ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാക്കുന്നുണ്ട്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ സൗജന്യ സേവനം ഉറപ്പാക്കി. ഗതാഗത സംവിധാനത്തിൽ സബ്സിഡി ഏർപ്പെടുത്തി. കോവിഡ് പ്രതിസന്ധിക്കിടയിലും ദ്വീപുവാസികളുടെ ഉപജീവന മാർഗങ്ങൾ തടഞ്ഞിരുന്നില്ലെന്നും ലക്ഷദ്വീപ് ഭരണകൂടം ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. ദ്വീപിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി വഖഫ് ബോർഡ് അംഗം KK നാസിഹ് സമർപ്പിച്ച ഹർജിയിലാണ് ഭരണകൂടം രേഖാമൂലം മറുപടി നൽകിയത്. UP പോലീസിന്റെ ചോദ്യം ചെയ്യലിനായി നേരിട്ട് ഹാജരാകാനാകില്ലെന്ന് ട്വിറ്റർ ഇന്ത്യ മേധാവി. വീഡിയോ കോൺഫറൻസ് വഴി ചോദ്യം ചെയ്യലിനെത്തുമെന്നും ട്വിറ്റർ ഇന്ത്യ MD പോലീസിനെ അറിയിച്ചു. ഗാസിയാബാദിൽ വയോധികന് ആൾക്കൂട്ടമർദ്ദനമേറ്റ സംഭവത്തിൽ വ്യാജ പ്രചരണം നടന്നുവെന്ന് ആരോപിച്ച് രജിസ്റ്റർ ചെയ്ത കേസിലാണ് മറുപടി. 7 ദിവസത്തിനകം ചോദ്യം ചെയ്യലിനായി നേരിട്ട് ഹാജരാകണമെന്നതായിരുന്നു പോലീസ് നോട്ടീസ്. മതസ്പർദ്ധ വളർത്തൽ ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് UP പോലീസ് കേസെടുത്തിരിക്കുന്നത്. ട്വിറ്ററിന് ഇന്ത്യയിൽ സേഫ് ഹാർബർ പരിരക്ഷ നഷ്ടപ്പെട്ട ശേഷം രജിസ്റ്റർ ചെയ്യുന്ന ആദ്യ കേസാണ് ഇത്. മദ്യത്തിന്റെ വെയർഹൌസ് മാർജിൻ വർദ്ധിപ്പിച്ച ബെവറേജസ് കോർപ്പറേഷന്റെ നടപടിക്കെതിരെ കൺസ്യൂമർ ഫെഡ് പുതിയ സ്റ്റോക്ക് എടുക്കുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചു. ഔട്ട്ലെറ്റുകളിൽ ശേഷിക്കുന്ന മദ്യം മാത്രമേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിൽക്കാനാകൂ. പുതിയ സ്റ്റോക്ക് എടുക്കുന്നത് നഷ്ടമെന്ന് വ്യക്തമാക്കി കൺസ്യൂമർ ഫെഡ് സർക്കാരിന് കത്ത് നൽകി. മേനംകുളം ഭാരത് പെട്രോളിയം LPG ബോട്ടിലിംഗ് പ്ലാന്റിൽ തൊഴിലാളികൾ പണിമുടക്കിൽ. ജീവനക്കാർക്ക് കോവിഡ് പരിശോധന നടത്താനോ വാക്സിനേഷൻ നൽകാനോ കമ്പനി തയ്യാറാകുന്നില്ലെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലേക്ക് പാചകവാതകം വിതരണം ചെയ്യുന്നത് മേനംകുളം പ്ലാന്റിൽ നിന്നാണ്. പണിമുടക്ക് തുടർന്നാൽ തെക്കൻ കേരളത്തിലേക്കുള്ള പാചകവാതക വിതരണത്തെ സാരമായി ബാധിച്ചേക്കും. ഇപ്പോൾ 2-3 പേര് പോസിറ്റീവായി ഇപ്പം ക്വാറന്റൈനിലാണ്. അതിനു മുമ്പ് 10-15 പേരുണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ ഇവർക്കുള്ള ആൻറ്റിജൻ ടെസ്റ്റിൻ്റെയോ വാക്സിൻ്റെയോ കാര്യങ്ങളൊന്നും ഇവർ നോക്കുന്നില്ല. ഒരു ദിവസം 10-15 സിലിണ്ടറുകളാണ് ഇവിടെ വരുന്നത്. അതെല്ലാം കൈകാര്യം ചെയ്ത് ഈ ലോഡിംഗ് തൊഴിലാളികളായിരുന്നാലും ഇവിടുത്തെ സ്റ്റാഫുകളായിരുന്നാലും വർക്ക് ചെയ്തിട്ട് നേരെ വീടുകളിലാണ് പോകുന്നത്. ഇവിടുത്തെ മാനേജ്മെൻറ്റുമായി നമ്മളിപ്പോൾ സംസാരിച്ചിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. വാക്സിൻ എടുക്കുന്നതിനോ ഇതിലോ അവർ ആൻറ്റിജൻ ടെസ്റ്റ് നടത്തുന്നതിലോ ഒന്നും ഇവരൊരു മുൻകൈ എടുക്കുന്നില്ല. നമ്മളെ ഈ പഞ്ചായത്ത് ക്രിട്ടിക്കൽ സോണിലാണ്. മലപ്പുറം കുറ്റിപ്പുറത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകൾ 2 ദിവസത്തെ ഇടവേളയിൽ സമാന സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. നടുവട്ടത്തെ കുഞ്ഞിപ്പാത്തുമ്മയുടെ കൊലപാതകത്തിൽ പ്രതി മുഹമ്മദ് ഷാഫി പോലീസിൽ പിടിയിലായി. കടകശ്ശേരിയിലെ ഇയാത്തൂട്ടിയുടെ കൊലപാതകത്തിൽ പ്രതികളെക്കുറിച്ച് സൂചനകൾ ലഭിച്ചതായി പോലീസ് വ്യക്തമാക്കി. എന്നാൽ 2 സംഭവങ്ങളും തമ്മിൽ നേരിട്ട് ബന്ധമില്ലെന്ന് ജില്ലാ പോലീസ് മേധാവി S. സുജിത് ദാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. നമ്മളുടെ ഇതുവരെയുള്ള അന്വേഷണ ഇതിൽ അയാൾ തന്നെയാണ് അതിൽ പ്രതി എന്നുള്ളതാണ്. മറ്റാരുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. ബാക്കി അദ്ദേഹത്തെ ആ പറയുന്ന പ്രതിയെ ആ സീനുമായി കണക്ട് ചെയ്യുന്ന ശാസ്ത്രീയമായ തെളിവുകളും നമുക്ക് വളരെ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. കടകശ്ശേരിയിലെ കൊലപാതക ശേഷം 2 അപരിചിതർ വീട്ടിൽ നിന്ന് മടങ്ങിപ്പോകുന്നത് കണ്ട ദൃക്സാക്ഷിയുടെ മൊഴി അന്വേഷണത്തിൽ നിർണായകമാണ്. 2 പേരുണ്ട്. ഒരാൾ എൻ്റെ കാറിൻ്റെ മുന്നിലോട്ട് വന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് അവരെൻ്റെ കാറിൻ്റെ സൗണ്ട് കേട്ടിട്ട് നേരെ പുറത്തേക്ക് റോഡിൽ വന്നിട്ട് എന്നെ ഒബ്സർവ് ചെയ്യാൻ ആരെ വരുന്നു നോക്കാൻ വന്ന പോലെ എനിക്ക് തോന്നിയത്. കാരണം അവരെൻ്റെ കാറിലേക്കും അങ്ങനെ തുറച്ച് നോക്കിയായിരുന്നു. പക്ഷേ കക്ഷി മാസ്ക് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല.
പത്തനാപുരത്ത് സ്ഫോടക വസ്തു കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം NIA ഏറ്റെടുക്കും. സ്ഥലത്ത് ആയുധ പരിശീലനം നടന്നതായാണ് ഏജൻസിയുടെ പ്രാഥമിക നിഗമനം. ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 2 സംസ്ഥാനങ്ങളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കും. കൊച്ചിയിൽ നിന്നുള്ള NIA സംഘം പത്തനാപുരത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കേസിൽ അന്തർ സംസ്ഥാന ബന്ധത്തിന് തെളിവ് ലഭിച്ചതായി ഏജൻസി വ്യക്തമാക്കുന്നു. തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി കർണാടക, തമിഴ്നാട് കേന്ദ്രീകരിച്ച് NIA ഇന്ധന വില വർധനയിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ നിരത്തുകളിൽ വാഹനങ്ങൾ നിർത്തിയിട്ട് പ്രതിഷേധം. സംയുക്ത ട്രേഡ് യൂണിയനാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. രാവിലെ 11 മണി മുതൽ 15 മിനിറ്റ് നീണ്ട ചക്രസ്തംഭന സമരം നഗരങ്ങളിൽ ഗതാഗത കുരുക്കുമുണ്ടാക്കി. ട്രേഡ് യൂണിയൻ നേതാക്കൾ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ഇതിനോട് സഹകരിച്ചിട്ടുണ്ട്. ഇതൊരു നിശ്ചലമായി നടക്കുന്ന വലിയ ബഹളങ്ങളും പ്രതിഷേധങ്ങളും ഇല്ലാതെ നടക്കുന്ന സമരമാണെങ്കിലും ഇതിൻ്റെ വ്യാപ്തി, ഈ സമരത്തിൻ്റെ വ്യാപ്തി എന്താണെന്ന് ഭരണാധികാരികൾ മനസ്സിലാക്കണം. ജനങ്ങളിതൊന്നും വെച്ച് വെറുപ്പിക്കില്ല. അതിശക്തിയായ പ്രതിഷേധം കോവിഡ് മാറിക്കഴിഞ്ഞാൽ, അന്തരീക്ഷം മാറിക്കഴിഞ്ഞാൽ രാജ്യത്ത് ഉയർന്നു വരും. ജീവിക്കണ്ടേ മനുഷ്യന്? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സാധാരണക്കാരുടെ പ്രതിസന്ധിക്ക് മുന്നിൽ കണ്ണടയ്ക്കുന്നുവെന്ന് PK കുഞ്ഞാലിക്കുട്ടി MLA. ലോകം മുഴുവൻ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഒക്കെ വില കുറയുമ്പോഴും ഇവിടെ കൂടുന്നു. സർക്കാരുകൾക്ക് ഇതിൽ യാതൊരു നിയന്ത്രണവും ഇല്ല എന്നാണ് അവർ പറയുന്നത്. ഇവിടെ ആർക്കാണ് നിയന്ത്രണം? ഇവിടെ എല്ലാത്തിൻ്റെയും വില കൂടുന്നു. ഇതിൽ നിന്നൊരു സംഖ്യ ഖജനാവിലേക്ക് വരുന്നു എന്നുള്ളത് കൊണ്ട് എല്ലാവരും കണ്ണടക്കുകയാണ്. പലയിടങ്ങളിലും ട്രേഡ് യൂണിയൻ നേതാക്കൾ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി ചക്രസ്തംഭന സമരം വിജയിപ്പിക്കാൻ ശ്രമിച്ചത് പ്രതിഷേധത്തിന് ഇടയാക്കി. ICC ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന്റെ 4ാം ദിവസവും മഴ മൂലം ഉപേക്ഷിച്ചു. തുടർച്ചയായി പെയ്ത മഴ മൂലം ഒറ്റ പന്ത് പോലും എറിയാനായില്ല. റിസർവ് ദിനമായ ബുധനാഴ്ച ഉപയോഗിച്ച് മത്സരം പൂർത്തീകരിക്കുമെന്ന് ICC. കാലാവസ്ഥാ പ്രവചനമനുസരിച്ച് നാളെ മത്സരം പുനരാരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. മേഘാവൃതമായ അന്തരീക്ഷമായിരിക്കും നാളെ ഉണ്ടാവുക. 2ാം ദിനം കളി അവസാനിക്കുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 101 റൺസ് എന്ന നിലയിലായിരുന്നു ന്യൂസിലാൻഡ്. ഇന്നത്തെ പ്രധാന വാർത്തകളുടെ പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.